വ്യവസായ മേഖലയ്ക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് ഏനാദിമംഗലത്ത് കിൻഫ്ര പാർക്ക് തുടങ്ങിയത്. എന്നാൽ നാളിതുവരെ കഴിഞ്ഞിട്ടും ഇവിടെ വൈദ്യുതിയും വെള്ളവും എത്തിയിട്ടില്ല. ആയതിനാൽ വ്യവസായികൾ പലരും ഏനാദിമംഗലം കിൻഫ്രയിൽ നിന്ന് പിന്മാറാനുള്ള നീക്കത്തിലാണ്. കൂടെ വൈദ്യുതി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഫാക്ടറികളുടെ പ്രവർത്തനം ഇടയ്ക്ക് നിശ്ചലമായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ശുദ്ധജലം, ആ ശുദ്ധജലം ഇപ്പോൾ അവിടെ ലഭിക്കുന്ന അവിടെ തന്നെയുള്ളൊരു കിണർ കുഴിച്ചാണ് വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ അത് ശുദ്ധീകരിക്കുന്ന നടപടികളും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഫാക്ടറിയിൽ നിന്നുള്ള ആ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അത് ഇതേവരെ അവിടെ ഉണ്ടായിട്ടില്ല. 1000 കോടിയിലധികം രൂപ മുതൽ മുടക്കി 7 കമ്പനികൾ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 10 കമ്പനികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയുമാണ്. ഒരിക്കലും വൈദ്യുതി മുടങ്ങില്ലെന്ന് പറഞ്ഞെങ്കിലും മണിക്കൂറുകൾ മാത്രമാണ് ഇവിടെ വൈദ്യുതി ലഭിക്കുന്നത്. സ്വന്തമായി ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ നൽകാമെന്ന വാഗ്ദാനവും പാഴ്വാക്കായി. 10,000 രൂപ ആയതിനാൽ ഡീസലിന് മാത്രം കമ്പനികൾ മുടക്കേണ്ടി വരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് വെള്ളത്തിന്റെ പ്രശ്നവും. ഉയർന്ന പ്രദേശമായതിനാൽ ജലലഭ്യത വളരെ കുറവാണ്. ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കേണ്ട ജലശുദ്ധീകരണ പ്ലാന്റിന്റെ പണി എങ്ങുമെത്തിയിട്ടില്ല. വൻതുക നൽകി പുറത്തുനിന്നാണ് കമ്പനികൾ വെള്ളം വാങ്ങുന്നത്. ഒരു പാൽ നിർമ്മാണ യൂണിറ്റ് ഉടൻ തന്നെ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. ഇതോടെ വെള്ളത്തിന്റെ ആവശ്യവും ഇരട്ടിയാകും. പ്രശ്നത്തിൽ സർക്കാർ ഇടപെടാതെ കൂടി വന്നതോടെ മറ്റ് വ്യവസായ മേഖലകൾ തേടുകയാണ് ഈ കമ്പനികൾ. ടോബി ജോൺസൺ, മീഡിയ 1, പത്തനംതിട്ട.